ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപത്തിന്റെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും നടന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് എന്ന് അവിടെ വിശേഷിപ്പിക്കുകയുമാണ് ബംഗ്ലാദേശ് ഭരണകൂടം. ഇതിന് പിന്നിൽ മതപരമായ വിദ്വേഷമില്ല എന്നും കുറ്റവാളികളെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ ചിറ്റഗോങ്ങിലും ധക്കയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾ ഇന്നും ഭീതിയുടെ നിഴലിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അക്രമികൾക്ക് നേരെ കർശന നടപടി എടുക്കുന്നതിന് പകരമായി തന്നെ പ്രതിഷേധിക്കുന്ന ഹിന്ദുക്കളെ ജയിലിൽ അടയ്ക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം അവിടെ ശ്രമിക്കുന്നത് എന്നതാണ് അവിടുത്തെ ആളുകൾ ആരോപിക്കുന്നത്. ഇതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ബംഗ്ലാദേശിൽ കഴിയുന്ന ഹിന്ദുക്കൾ കടന്നു പോകുന്നത്. അവർ അനുഭവിക്കുന്ന യാതനകൾ ചെറുതല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിന് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ തന്നെ കലാപത്തിന് പിന്നിൽ ചരട് വലിക്കുകയാണ്, അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിക്കാനായി തന്നെ യുനെസ് ഭരണകൂടം ശ്രമം നടത്തുകയാണ് എന്നതാണ് പൊതുവിലയിരുത്തലായി പുറത്തു വരുന്നത്. രാജ്യത്ത് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്നത് ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങൾ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തുകയാണ്. ഹിന്ദു വേട്ടയിൽ ശക്തമായ പ്രതിഷേധം ഭാരതം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന അവകാശവാദവുമായി തന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ബംഗ്ലാദേശിലെ ആസൂത്രിതവും അതുപോലെ തന്നെ വ്യവസ്ഥാപിതവുമായ പീഡനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭാരതം ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ വെറും ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നതെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഭാരതം സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് എന്നും ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് വരെ ധക്കയ്ക്ക് മേലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ ആ സമ്മർദ്ദം തങ്ങൾ കുറയ്ക്കില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകനായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിലെ മുഖ്യ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടു പേർ അവർ ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് ഇപ്പോൾ ധക്ക മെട്രോപൊളിറ്റിക്കൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം അവിടെ മേഘാലയ അതിർത്തിയിലൂടെ തന്നെ അവർ ഇന്ത്യയിലേക്ക് കടന്നതായി തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാദിയെ കൊലപ്പെടുത്തിയതായി തന്നെ സംശയിക്കുന്ന ഫൈസൽ കരീം മസൂദ്, ആലിംഗർ ഷെയ്ഖ് എന്നിവരാകട്ടെ അവിടെ ആ പ്രാദേശിക സഹായത്തോടു കൂടി തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടതായി, അതായത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് അവർ കടന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിർത്തി കടന്ന് ഇവരെ അവിടെ പുർത്തി എന്നു പേരുള്ള ആളാണ് സ്വീകരിച്ചത്. പിന്നാലെ തന്നെ സാമി എന്നു പേരുള്ള ടാക്സി ഡ്രൈവർ ഇവരെ മേഘാലയയിലെ ടൂറ സിറ്റിയിലേക്ക് കൊണ്ടുപോയതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഫൈസലിനെയും ആലിംഗറിനെയും സഹായിച്ചവരെ ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തുവെന്നും അനൌദ്യോഗിക വിവരങ്ങൾ ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.